തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സിസ്റ്റം തകരാറുകൾ തുറന്നു പറഞ്ഞ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് അവധിയിൽ തുടരുന്നു. കടുത്ത മാനസിക സംഘർഷത്തെ തുടർന്ന് ഇദ്ദേഹം ചികിത്സയിൽ ആണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകും മുമ്പ് വിദഗ്ധ സമിതി റിപ്പോർട്ടിൻ്റെ പകർപ്പ് അദ്ദേഹം ആവശ്യപ്പെട്ടേക്കും. എന്നാൽ ഡോക്ടർ വെളിപ്പെടുത്തിയ സിസ്റ്റം തകരാറുകൾ എല്ലാം ശരിവെക്കുന്നതാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. യൂറോളജി വിഭാഗം മേധാവിയുടെ താൽക്കാലിക ചുമതല ഡോക്ടർ സാജുവിന് നൽകിക്കൊണ്ടാണ് ഡോക്ടർ ഹാരിസ് ഇപ്പോൾ അവധിയിൽ കഴിയുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, നമുക്കറിയാം ഡോക്ടർ ഹാരിസ് ചിറക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പരാധീനതകൾ ഒക്കെ ഗതികേട് കൊണ്ട് തുറന്നു പറഞ്ഞ ജനകീയനായ ഡോക്ടറാണ് ഹാരിസ്. അദ്ദേഹത്തിന് പക്ഷേ ഇത്തരം സത്യങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ട് ജോലിയിൽ തുടരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം അവധിയിൽ പ്രവേശിച്ചു. അവസാനം സംസ്ഥാന സർക്കാർ അദ്ദേഹമാണ് കുറ്റക്കാരൻ എന്നുള്ള നിലയിൽ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് അദ്ദേഹത്തെ കൊടുക്കാൻ നോക്കുകയാണ്. പക്ഷേ വിദഗ്ധ സമിതിയോട് വന്ന കാര്യങ്ങൾ നോക്കിയപ്പോൾ ഡോക്ടർ ഹാരിസ് പറയുന്നതിലൊക്കെ കാര്യമുണ്ട് എന്ന് മനസ്സിലായി. എന്തായാലും ഡോക്ടർ ഹാരിസ് അവധിയിൽ തുടരുന്നു. അദ്ദേഹം ചികിത്സയിലാണ് മാനസിക സമ്മർദ്ദം മൂലം എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ശ്രീനന്ദ. വിനോദ്, മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവിയാണ് ഡോക്ടർ ഹാരിസ്. അദ്ദേഹം തൻ്റെ വെളിപ്പെടുത്തൽ നടത്തിയതിലുള്ള ഒരു സമ്മർദ്ദമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. ശനിയാഴ്ച മുതലാണ് ഈ ഡോക്ടർ അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ബുധനാഴ്ചയായിരുന്നു. ഇത്രയും ദിവസം അദ്ദേഹം അവധിയിലാണ്. മാനസിക സമ്മർദ്ദം മൂലം അദ്ദേഹം ചികിത്സയിൽ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം താൻ വെളിപ്പെടുത്തിയ ഉപകരണക്ഷാമമെല്ലാം തന്നെ ശരിയാണ് എന്നുള്ളൊരു റിപ്പോർട്ടാണ് വിദഗ്ധ സമിതി നൽകിയത്. എന്നാൽ ഇതുവരെയും കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഡോക്ടർ ഹാരിസിനോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് ഈ ഒരു വിശദീകരണം നൽകണമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അന്ന് വിശദീകരണങ്ങളൊന്നും തന്നെ നൽകിയില്ല. അദ്ദേഹം അവധിയിൽ പ്രവേശിച്ചിരുന്നു. ശേഷം ഇപ്പോൾ വ്യക്തമാണ് ഡോക്ടർ ഹാരിസ് അവധിയിൽ തുടരുകയാണ്.